കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ വിജയകുമാറും ഭാര്യ മീരയും തിരുവാതിക്കലെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടു. കോടാലിക്ക് അവരുടെ കഴുത്തും തലയും വെട്ടിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കോടാലി അവിടെ തന്നെ കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങളൊന്നും മോഷണവും പോയിട്ടില്ല. ഒരു മോഷണത്തിന് വേണ്ടിയാണ് ഈ കൊലപാതകം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം പലർക്കും തോന്നാം. പക്ഷേ അല്ല. അവരുടെ വീടിനകത്ത് വേറെ മുതലുകൾ കാണും, അതൊന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. വീട്ടിലെ ഒരു ആസാംകാരൻ ജീവനക്കാരനുണ്ടായിരുന്നു. അയാൾ ഇപ്പം പോലീസ് കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ വീട്ടിൽ 8-10 മാസം അയാൾ നിന്നു. 52 വയസ്സുള്ള ആളാണ്. ആ വീടിനകത്ത് തന്നെയാണ് അയാൾക്കൊരു മുറി ഉണ്ടായിരുന്നത്. ആ വീട്ടിൽ 2 പട്ടിയുണ്ട്. ആ പട്ടിക്ക് എന്തോ വിഷാംശമുള്ള ഫുഡ് കൊടുത്ത് ഇപ്പം 2 അവശ നിലയിൽ കിടക്കുകയാണ്. വീടിൻ്റെ മുൻവശം വാതിലിനോട് ചേർന്ന ഭാഗത്ത് വിജയകുമാർ കൊല്ലപ്പെട്ട് കിടക്കുന്നു. മുഖം വികൃതമാക്കിയിട്ടുണ്ട്. തലയ്ക്കും കഴുത്തിനും വെട്ടും അടിയുണ്ട്. അത് കോടാലി കൊണ്ടാണ് നിർവഹിച്ചിരിക്കുന്നതെന്ന് കരുതുന്നു. അതേസമയത്ത് അയാൾ നഗ്നനായിരുന്നു. അദ്ദേഹത്തിന് തുണികളൊന്നും ധരിച്ചിരുന്നില്ല. ഇതേ അവസ്ഥ തന്നെയാണ് താഴത്തെ നിലയിൽ ഭാര്യ മീരയും കിടക്കുന്നത്. മുഖം അടിച്ച് വികൃതമാക്കിയിട്ടുണ്ട്. തലയ്ക്ക് പരുക്കുണ്ട്. കഴുത്തിൽ കോടാലി കൊണ്ട് വെട്ടുണ്ട്. അവരും നഗ്നയായിട്ടാണ് കാണപ്പെടുന്നത്. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് കുറേ മാസങ്ങൾക്ക് മുമ്പ് ആ വീട്ടിൽ നിന്ന ആസാംകാരനായിരുന്ന വ്യക്തി അവിടുത്തെ ഒരു മൊബൈൽ മോഷ്ടിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തു. ഇയാളെ പിന്നെ ആ വീട്ടിൽ നിന്ന് പിരിച്ചുവിട്ടു. അതിനുശേഷം ഇയാളുടെ വീട്ടിൽ കഴിഞ്ഞ ഏപ്രില് അയാൾ ആദ്യം അവിടെ വന്നു ഒരു ചെറിയ ബഹളം ഉണ്ടാക്കി. മതിലയുടെ അകത്ത് കിടന്നു. ആ സംഭവത്തോടു കൂടി ഇയാളെ പിടിച്ച് പോലീസ്, അവിടുത്തെ ലോക്കൽ പോലീസ് കൊണ്ടുപോയി. ഇയാൾ 52 ദിവസം റിമാൻഡിൽ കിടന്നിട്ടാണ് ഇപ്പം വന്ന് ബഹളം ഉണ്ടാക്കിയെന്ന് പറയുന്നു. ബഹളം ഉണ്ടാക്കി പോയി കാണാം. പക്ഷെ അയാൾക്ക് ഏകദേശം 52 ദിവസത്തോളം ജയിലിൽ കിടന്നതിൻ്റെ വാശിയും വൈരാഗ്യവും ഉണ്ട്. അതുകൊണ്ട് ഇവരോടൊരു വെഞ്ചൻസ് തോന്നാം. അങ്ങനെയായിരിക്കാം കൊലപാതകം സാധ്യതയുണ്ട്. പക്ഷേ ഈ വീടിൻ്റെ മുൻവശത്ത് അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് ഒരു വേദിയുണ്ട്. അവിടെ നല്ല പ്രായമുള്ള ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അയാൾ ഹിന്ദി സംസാരിക്കുന്ന ആളാണ്. നല്ല പ്രായാധിക്യമുള്ള ആൾ തന്നെ. പക്ഷെ അയാൾ ഈ വിവരമൊന്നും അറിഞ്ഞില്ല. രാവിലെ 8:15 ജോലിക്കാരി ആ വീട്ടിൽ വന്നപ്പം അനക്കമില്ല. അവർ നോക്കിയപ്പോഴാണ് ഈ വിവരങ്ങൾ കാണുന്നത്. അവർ നാട്ടുകാരെ വിളിച്ചു കൂട്ടി. പോലീസ് വന്നു. അങ്ങനെയാണ് ഈ ഇരട്ടക്കൊലപാതകം വെളിയിലോട്ട് വന്നത്. തിരുവാതിക്കലെ ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ ആണ് ഇവരുടെ വീട്. ഇയാൾ നേരത്തെ ഫയർഫോഴ്സിലായിരുന്നു എന്ന് പറയുന്നു. ഇയാൾ മിലിറ്ററിയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇയാൾ വന്നു. പിന്നെ വിദേശത്ത് പോയി ധാരാളം പണം ഉണ്ടാക്കിയെന്ന് പറയുന്നു. കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം എന്ന ഒരു കല്യാണ മണ്ഡപം അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു മകള് ഡോക്ടറാണ്, അമേരിക്കയിലാണെന്ന് പറയുന്നു. ഇളയ മകൻ ദുരൂഹ സാഹചര്യത്തിൽ 2017 മരണപ്പെട്ടു. അതിൽ ഈ വിജയകുമാറും ഭാര്യയും ദുഃഖിതരായിരുന്നു. ആ മകൻ്റെ മരണത്തിൽ അവർക്ക് സംശയമുണ്ട്. ആരോ മകനെ കൊന്നതാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പം അതിനൊരു കേസ് അവിടുത്തെ ലോക്കൽ പോലീസ് എടുത്തിട്ടുണ്ട്. പക്ഷേ കേസ് ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിൽ ലോക്കൽ പോലീസ് തള്ളി. അപ്പം പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് ഇതൊരു സൂയിസൈഡാണ്, ഇതൊരു ആത്മഹത്യയാണ് എന്ന് പറഞ്ഞ് അവർ അത് തള്ളിക്കളഞ്ഞു. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോയിട്ട് അവിടെ അഡ്വക്കേറ്റ് അസിഫ് അലി, നേരത്തെ ഡയറക്ടർ പ്രോസിക്യൂഷനാണ്, അദ്ദേഹമാണ് ആ കേസ് നടത്തിയത്. ജസ്റ്റിസ് കൗസർ എടപ്പഴകത്തിൻ്റെ ബെഞ്ചിലാണ് അത് വന്നത്. ഏതായാലും വളരെ സൂക്ഷ്മമായിട്ട് കോടതി അത് മുഴുവൻ മനസ്സിലാക്കി.
കൗസർ ഇടപ്പഴത്ത് നല്ല ക്രിമിനൽ നോളജ് അറിവുള്ള ഒരു ജഡ്ജാണ്. തിരുവനന്തപുരത്തെ ജില്ലാ ജഡ്ജിയായിരുന്നു. ക്രിമിനൽ കേസുകളിൽ അദ്ദേഹത്തിന് നല്ല പാണ്ഡിത്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനൊക്കെ വളരെ നല്ലതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം ചില ഒബ്സർവേഷൻ നടത്തിയിട്ട് ഇത് കേസ് CBIക്ക് വിട്ടു. 2017 മകൻ്റെ മരണം അത് CBI അന്വേഷിക്കണമെന്ന് അദ്ദേഹം ഉത്തരവിട്ടു. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, മകൻ്റെ ഡെഡ് ബോഡി കണ്ടത് റെയിൽവേ ട്രാക്കിലാണ്. അതിനടുത്ത് ഏകദേശം ഒരു 200-210 മീറ്റർ അകലെ റോഡ് സൈഡിൽ മകൻ്റെ കാറ് കിടന്നിരുന്നു. കാറിൻ്റെ മുൻവശം സീറ്റിലും പിൻവശം സീറ്റിലും നിറയെ രക്തമുണ്ട്, നന്നായിട്ട് രക്തം ഊരിയിരിക്കുന്നു. 2 ഇഞ്ചുറി വളരെ ഫേറ്റലാണ് എന്നാണ് അവിടെ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കൗസർ ഇടപ്പഴത്തിൻ്റെ ഒബ്സർവേഷൻ. 2 ഡീപ്പാണ്. ആ കാറിൻ്റെ മുൻവശത്തെ സീറ്റിലും പിൻവശം സീറ്റിലും നിറയെ ബ്ലഡ് ഉണ്ട്. ഒരു കത്തി അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. കത്തി ഉപയോഗിച്ച് മകൻ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ത് വന്നാലും ശരി, ആ മകൻ്റെ ഒരു കൊലപാതകമാണ് എന്നാണ് വിജയകുമാർ ഭാര്യയും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ആ കേസിൻ്റെ പുറകെ പോയി ഹൈക്കോടതി പോയി അത് CBI അന്വേഷിക്കാൻ പറഞ്ഞ CBI അത് കഴിഞ്ഞ മാസം അവിടെ ഒരു FIR രജിസ്റ്റർ ചെയ്തെന്നാണ് അറിയുന്നത്. CBI ആ കേസ് അന്വേഷിച്ചിട്ട് ഏകദേശം ഒരു സൂയിസൈഡ് ആണ് എന്നുള്ള നിഗമനത്തിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് ഈ മർഡർ, ഈ ഇരട്ടക്കൊലപാതകം ഉണ്ടായത്. CBI ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇപ്പം കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. അവിടെ തിരുവാതിക്കൽ തിരുവാതിക്കൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരുടെ 5000 സ്ക്വയർ ഫീറ്റുള്ള ബൃഹത്തായ വീട്. അവിടെ നേരത്തെ ഒരു ഹോസ്പിറ്റലായിരുന്നു. ആ ഹോസ്പിറ്റല് നിർത്തിയപ്പം ആ ഹോസ്പിറ്റലിൻ്റെ ആ ഏരിയ, ആ പഴയ കെട്ടിടം വിലയ്ക്ക് വാങ്ങിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് 5000 സ്ക്വയർ ഫീറ്റിൻ്റെ വലിയൊരു ബൃഹത്തായ ഒരു വീട് വെച്ചിരിക്കുകയാണ്. ആ ചുറ്റും കോട്ട പോലെ മതിലുകളുണ്ട്. അവിടെ കയറി പറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. 2 പട്ടികളുണ്ട്. എന്തോ അദ്ദേഹം വലിയൊരു വീടും വെച്ച് അതിന് വരുമാനമുണ്ട്. കാരണം ഇന്ദ്രപ്രസ്ഥം കല്യാണ മണ്ഡപമാണ്. അദ്ദേഹം സാമ്പത്തികമായിട്ട് നല്ല ലെവലിലാണ്. പക്ഷെ എന്തിനാണ് ഇത്രയും വലിയൊരു വീടും ഇത്രയും വലിയ കോമ്പൗണ്ടും ഒക്കെ കിട്ടി, കോട്ട പോലെ കിട്ടി? ഭയമുണ്ടോ എന്നെനിക്ക് സംശയം. എന്തിനാണ് അദ്ദേഹം ഭയക്കുന്നത്? അവിടെ ചുറ്റുവട്ടത്തുള്ളവർ പറയുന്നത് വളരെ സൗമ്യനായ മനുഷ്യനാണ്, ആരോടും ഒരു പകയില്ല, സാമ്പത്തികമുണ്ട്, മകള് അമേരിക്കയിലെ ഡോക്ടറാണ്, മകൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും അത് CBIയുടെ അന്വേഷണത്തിൽ വന്നു. ആ സമയത്താണ് ഈ 2 പേരെ കൊലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വാർത്ത വരുന്നത്. രാവിലെ 8:15 ജോലിക്കാർ വന്നപ്പോഴാണ് ഇത് കണ്ടെത്തുന്നത്. അവിടെ ഒരു സെക്യൂരിറ്റിക്കാരനുണ്ടായിരുന്നു എന്ന് പറയുന്നു. അയാൾ നല്ല പ്രായമുള്ളവനാണ്, ഹിന്ദിക്കാരനാണ്, വയോധികനാണ്. അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല. രാവിലെ ജോലിക്കാരി വന്നപ്പോഴാണ് അദ്ദേഹം വിവരം അറിയുന്നത് തന്നെ. ആ വീട്ടിൻ്റെ അകത്ത് കയറിപ്പറ്റിയിരിക്കുന്നത് അവിടുത്തെ മുൻവശം ഡോറിൻ്റെ സൈഡിലുള്ള ആ ജനലിൻ്റെ അവിടെ ട്രില്ലർ ഉപയോഗിച്ചിട്ട് ഒരു തുളയുണ്ടാക്കിയിട്ടാണ് കയറാൻ ശ്രമിച്ചിരിക്കുന്നില്ല, കയറിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും വിജയകുമാർ വാതിലിലെ അകവശത്ത് തറയിൽ കിടക്കുന്നതായിട്ടാണ്. അദ്ദേഹം ഭാര്യയും 2 പേരും നഗ്നരായിട്ടാണ് കിടക്കുന്നത്. മറ്റൊരു കാര്യം, ആ വീട്ടിലെ മുൻവശം ഡോറിൻ്റെ മുൻവശത്ത് സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു അമ്മിക്കല്ല് കൊണ്ടുവച്ചിരിക്കുന്നുണ്ട്. വീട് തുറക്കാനും വേണ്ടി കൊണ്ടുവന്നതായിരിക്കാം. അതിനുശേഷമായിരിക്കാം ടില്ലർ ഉപയോഗിച്ച് അകത്ത് കയറിയത്. ഈ സംഭവം സമയത്ത് പട്ടികൾ 2 ഉണ്ടായിരുന്നു. അവശനിലയിലായതുകൊണ്ടായിരിക്കാം അതുങ്ങൾ കുരച്ചിട്ടുമില്ല. ഏതായാലും ഇയാൾ ആ വീട്ടിൽ വന്ന് ആ മുൻ ജീവനക്കാരൻ ആസാകാരൻ വന്ന് ഇവരോട് എതിരിട്ട് ഇവരോട് സംസാരിച്ച് അയാൾ അവിടെ കിടന്ന് ആക്രോശിച്ചു, ചീത്തയും തെറിയും വിളിച്ചു. പോലീസ് വന്ന് ഇയാളെ പിടിച്ചുകൊണ്ട് പോയി. ഇയാൾ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിന് കേസ് കൊടുത്തതിലാണ് അയാൾ അത് ചെയ്തത്. പിടിച്ചുകൊണ്ട് പോയിട്ട് ഇയാൾ റിമാൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറക്കാൻ ആളില്ല. 52 ദിവസം അകത്ത് കിടന്നു. അപ്പോൾ പിന്നീട് അവിടെ വന്നതായിട്ട് ഒരു വിവരമില്ല, വരാനുള്ള സാധ്യത. കാരണം ഇവിടെ വന്ന് തെറി വിളിച്ചതിനാണല്ലോ 52 ദിവസം അകത്ത് കിടന്നത്. അതൊരു വൈരാഗ്യ കാരണമാകാം.
അതിന് വളരെ സാധ്യതയുണ്ട്. പക്ഷേ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, ആ വീടിന്റെ മുൻവശത്ത് നിന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നു. അത് എന്തിന്, അതെങ്ങനെ വന്നു, അതാരുടെ, അതൊക്കെ വളരെ അന്വേഷണത്തിന്റെ കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇയാൾ കൊന്നിട്ട് പോയി ഇയാൾ ആസാമിൽ പോകണമെങ്കിൽ അതിനെടുത്തതാണോ പ്ലാറ്റ്ഫോം ടിക്കറ്റ്? അതെങ്ങനെ ഇവിടെ വന്നു? കൊന്നിട്ട് പോയ ഒരാളുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. അത് ഇയാളിലോട്ട് തന്നെ അന്വേഷണം കൊണ്ടുവരാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാകാം. എന്തോ മകനെ കൊന്നതിൽ സംശയം അപ്പനും അമ്മയ്ക്കും ഉണ്ട്. അതിപ്പം CBI ആ കേസ് ഏറ്റെടുത്തിട്ട് റീരജിസ്റ്റർ ചെയ്തിട്ടാണ് 1 മാസമായിട്ടുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ടാണോ ഈ 2 പേരെ കൊന്നത്? അതുമായിട്ട് ബന്ധപ്പെട്ട് ആണോ ഈ അവിടെ ആസാംകാരനെ അവിടെ നിന്നവൻ്റെ തലയിലോട്ട് വെക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടായത്? ഏതായാലും പോലീസ് വളരെ സൂക്ഷിക്കണം ഇത്. കാരണം ഒരു മകൻ്റെ മരണം അത് ദുരൂഹമാണ്. അത് ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പ്രാഥമികമായ രീതിയിൽ പോലീസ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് സംസാരിക്കണമെങ്കിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഈ ആസാംകാരൻ ഉണ്ടോ എന്ന് ഞാൻ കരുതേണ്ടി വരും. കാരണം ഇത് രണ്ടും ബന്ധമില്ല എന്ന് എങ്ങനെ പറയാൻ ഒക്കും? പക്ഷെ ആ ആസാംകാരൻ്റെ ഫിംഗർ പ്രിന്റ് ആ വീട്ടിനകത്ത് ലഭിച്ചിട്ടുണ്ടോ അത് നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ അയാളെ ബന്ധപ്പെടുത്തുന്ന അതിലെ എവിഡൻസ്, അതിൽ കുറ്റം സംബന്ധിച്ചാൽ വളരെ എളുപ്പമാണ്. കേസ് ഡിറ്റക്ഷനായി. കുറ്റം സംബന്ധിച്ചു കഴിഞ്ഞാൽ അത് റീകൺസ്ട്രക്റ്റീവ് തിയറി ഉപയോഗിച്ചിട്ട് അയാൾ പറഞ്ഞ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പോലീസിന് വളരെ ഈസിയാണ്. പക്ഷെ അയാൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ടോ, അയാൾ വീടിനകത്ത് അയാളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടോ, വേറെ ആരുടെയെങ്കിലും ഫിംഗർ പ്രിന്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് നോക്കണം. പിന്നെ അതിനകത്ത് ഉണ്ടായിരുന്ന അവരുടെ CCTV ദൃശ്യത്തിൽ അത് 2-3 സ്ഥലത്ത് അവർ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അവരുടെ മൊബൈലിൽ തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ ആ വീടിനകത്തോട്ട് കാണാതിരിക്കാം. അതിൻ്റെ DVR ഈ വീടിനകത്ത് കയറിയ ആളുകളോ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ തെളിവ് നശിപ്പിക്കാനും ഒക്കെയുള്ളൊരു ശ്രമം, താനാണ് അല്ല ആരാണെന്ന് അറിയാതിരിക്കാനുള്ള ശ്രമം അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ആസാംകാരൻ എവിടെയുണ്ടെന്നറിയില്ല, കസ്റ്റഡി കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പത്ര റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും വളരെ ദുരൂഹമായ ഒരു ഇരട്ട കൊലപാതകം. നേരത്തെ മകൻ 2017 മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം പോലീസ് ഇതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം എടുത്തുചാടി ഒരു നിഗമനത്തിലോട്ട് പോകരുത്. കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്, കുറ്റം സമ്മതിക്കുന്നെങ്കിൽ വലിയ കോംപ്ലിക്കേഷനാണ്. ഏതായാലും അടുത്ത ദിവസം നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു.